1960-കളില് ഏകദേശം 25 കൊല്ലത്തോളം നമ്മുടെ പാലക്കാട് വടക്കാഞ്ചേരിക്കാരനായിട്ടുള്ള ഒരു മലയാളി ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പൈ നെറ്റ്വർക്ക് നടത്തിയിരുന്നു എന്ന് നിങ്ങൾക്കറിയോ? നമുക്ക് ആ കഥ ഒന്ന് കേട്ട് നോക്കാം. ഇതെങ്ങനെ ഒരുപാട് ഇൻസ്പിറേഷൻ തരുന്ന ഒരു കഥയൊന്നുമല്ല. കാരണം ഞാൻ പറയാൻ പോകുന്ന മലയാളി ഇന്ത്യയുടെ രഹസ്യങ്ങള് വിദേശ രാജ്യങ്ങൾക്ക് വിറ്റ് പൈസ ഉണ്ടാക്കുകയാണ് ചെയ്തത്. എന്നാലും ആ അത്ഭുത കഥ എന്താ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇദ്ദേഹത്തിന്റെ പേരാണ് കൂമർ നരൈൻ. 1925 പാലക്കാട് വടക്കഞ്ചേരിയിൽ ജനിച്ച കൂമർ അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസവും ഏർലി ചൈൽഡ്ഹുഡ് ഒക്കെ കേരളത്തിലായിരുന്നു. അതിനുശേഷം 40കളോടനുബന്ധിച്ച് അദ്ദേഹം ഡൽഹിയിലേക്ക് ഒരു ജോലി തിരഞ്ഞു പോവുകയാണ്. 1950-കളില് ആർമിയിൽ വർക്ക് ചെയ്തതിനു ശേഷം അദ്ദേഹം അവിടെ നിന്ന് ജോലി രാജിവെച്ച് ഒരു സ്റ്റെനോഗ്രാഫർ കം PA ആയിട്ട് ഡൽഹിയിൽ വർക്ക് തുടങ്ങി. ഇവിടെ നിന്നാണ് ഈ സ്പൈ നെറ്റ്വർക്കിന്റെ ഉത്ഭവം. നോക്കൂ, ഡൽഹിയിൽ അന്നത്തെ കാലത്ത് ഗവൺമെന്റ് ഓഫീസുകളിൽ ക്ലർക്കുമാര്, അതുപോലെ പ്യൂൺമാര്, ലോ ലെവൽ തസ്തികകൾ വർക്ക് ചെയ്യുന്നവര്, ഇവരൊക്കെ ആയിട്ട് കൂമർ നരൈൻ അടുപ്പം പാലിച്ചു. അദ്ദേഹം അവർക്കൊക്കെ പൈസ കൊടുത്ത് ബ്രൈബ് ചെയ്ത് ഗവൺമെന്റ് ഫയലുകൾ എടുത്ത് അത് വിദേശത്തുള്ള രാജ്യങ്ങൾക്ക് വിറ്റ് പൈസ ഉണ്ടാകും. ഒരു സ്പൈ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഒക്കെയാണല്ലോ മനസ്സിൽ ഓർമ്മ വരിക. ഇവിടെയാണ് കൂമർ നരൈൻ തന്റെ ടാക്ടിക്സ് യൂസ് ചെയ്തത്. അദ്ദേഹം ചെയ്തത് എന്താണെങ്കിൽ ലോ ലെവൽ സർവൻസിനെ വിസ്കി, സിഗരറ്റ്, അതുപോലെ പൈസ ഇതെല്ലാം കൊടുത്ത് ബ്രൈബ് ചെയ്ത് ടോപ്പ് ക്ലാസ് രഹസ്യങ്ങൾ ചോർത്തി വിദേശ രാജ്യങ്ങൾക്ക് വിറ്റു. ഈ രഹസ്യങ്ങൾ എന്തൊക്കെയാന്നല്ലേ? ഡിഫൻസ് പ്രൊക്യൂർമെന്റ്, ഇന്റേണൽ പോളിസി ഡോക്യുമെന്റ്സ്, ഈവൻ ന്യൂക്ലിയർ ഡിസ്കഷൻസിന്റെ രേഖകൾ വരെ 25 വർഷം കാലയളവില്, അതായത് കോൾഡ് വാർ ഇറയില് ഇദ്ദേഹം എടുത്തിട്ട് ഫ്രാൻസ്, ജർമ്മനി, പോളണ്ട് മുതലായ രാജ്യങ്ങൾക്ക് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അത് മാത്രമല്ല, ഈ 25 വർഷം 1960 മുതൽ 85 വരെയുള്ള കാലയളവില് അദ്ദേഹം $1 മില്യൺ വരെ പുറത്തു നിന്ന് മൊത്തത്തിൽ സമ്പാദിച്ചു എന്നാണ് പറയാം. ആലോചിച്ച് നോക്കൂ, ആ കാലത്ത് $1 മില്യൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു റേറ്റുമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം വലിയൊരു തുകയാണ്. എന്തായാലും കൂമർ നരൈന്റെ സാമ്രാജ്യം 1985 അടച്ചുപൂട്ടി. കാരണം ഇന്റലിജൻസ് ബ്യൂറോ നടത്തിയ ഒരു അന്വേഷണത്തില് അദ്ദേഹം പിടിക്കപ്പെടുകയും തെളിവുകളെല്ലാം ശേഖരിക്കപ്പെടുകയും തുടർന്ന് വർഷങ്ങളോളം കോടതികളും കേസുകളുമായിട്ട് അദ്ദേഹത്തിന് പിന്നാലെ ഗവൺമെന്റ് ഉണ്ടാവുകയും ചെയ്തു. കൂമർ നരൈന്റെ ജീവിതവും കഥകളും ഒന്നും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമേ അല്ല. എന്നാൽ 2000 അദ്ദേഹം മരിക്കുമ്പോൾ 1960 മുതൽ 85 വരെ 25 വർഷ കാലയളവില് ഡൽഹി ബേസ് ചെയ്ത് ഇത്രയും വലിയ ഒരു സ്പൈ നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് ഇന്നും പലർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്.